സൊസൈറ്റി ഓഫ് കേരള ഘടകത്തിന്റെയും പ്രബോധ ട്രസ്റ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കവളപ്പാറ കാരി എന്റെ കാനന ക്ഷേത്രം ഒരു ജൈവ വൈവിധ്യ ഉദ്യാനം എന്നീ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ച് നടത്തിയ പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം ജസ്റ്റിസ് ബാബു മാത്യു പി ജോസ് നിർവഹിച്ചു. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓതേഴ്സ് കേരള ഘടകത്തിന്റെയും പ്രബോധ ട്രസ്റ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ച് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. ഒ പി ബാലകൃഷ്ണൻ രചിച്ച കവളപ്പാറക്കാരി, അനിയൻ തലയാറ്റുംപിള്ളി രചിച്ച എന്റെ കാനന ക്ഷേത്രം ഒരു ജൈവ വൈവിധ്യ ഉദ്യാനം എന്നീ പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്തത്. ഇൻസ കേരള ഘടകം പ്രസിഡന്റ് ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫ്, ഇൻസ മുഖ്യ രക്ഷാധികാരി ജസ്റ്റിസ് കെ സുകുമാരൻ എന്നിവർ പുസ്തക പ്രകാശന കർമ്മം നിർവഹിച്ചു. നായന്മാർ രാജാക്കന്മാരായോ നാടുവാഴികളായോ വേറെ നാട്ടുരാജ്യങ്ങളിലായി. അതൊരെണ്ണം കവളപ്പാറ മാത്രം. ആ കവളപ്പാറ നന്മ നിറഞ്ഞ മൂപ്പിൽ നായന്മാരുടെ ഭരണം കൊണ്ട് പേര് കേട്ട പ്രദേശമാണ്. വിശേഷിച്ചും ഇതിലെ പ്രധാന കഥാപാത്രമായ മൂപ്പിൽ നായൻ, കാരക്കാട്ട് കുമരൻ രാമൻ അഥവാ കവളപ്പാറ മൂപ്പിൽ നായർ നന്മയുടെ പ്രതിരൂപമാണ്. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ, പ്രബോധ ട്രസ്റ്റ് മെമ്പർ ഡി നവീൻകുമാർ എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. മലയാളം സർവകലാശാല പ്രൊഫസർ ഡോക്ടർ സി ഗണേഷ്, പരിസ്ഥിതി പ്രവർത്തകനായ കെ ബിനു, കൊച്ചി കോർപ്പറേഷൻ മുൻ മേയർ സൗമിനി ജെയിൻ, ഗ്രന്ഥകർത്താക്കളായ ഒ പി ബാലകൃഷ്ണൻ, അനിയൻ മലയാറ്റുംപിള്ളി, ഇൻസ സെക്രട്ടറി ജനറൽ അഡ്വക്കേറ്റ് സുന്ദരം ഗോവിന്ദ്, കൊച്ചി പ്രബോധ ട്രസ്റ്റ് ട്രഷറർ എ എസ് ശ്യാംകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ആലുവ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.